നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് അതിഥികളായി എത്തിയിട്ടുള്ള രണ്ട് താരങ്ങൾ, ഉല്ലാസ് പന്തളം ആൻഡ് കൊച്ചുപ്രേമൻ. കൊച്ചുപ്രേമൻ ചേട്ടാ, സ്നേഹത്തോടെ നമ്മുടെ കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. ആദ്യത്തെ ദിവസമാണ് ചേട്ടൻ ഇന്നിവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കോമഡി മസാല കണ്ടിരുന്നോ? മിക്കവാറും ഒക്കെ ഞാൻ ഈ കോമഡി മസാല മാത്രമല്ല, കോമഡി പ്രോഗ്രാം ഒന്നും വിടാറില്ല. ഒന്നും വിടാറില്ല. അതിൽ നിന്ന് ഈ അത്തരം പ്രോഗ്രാമുകളിലൊരു വ്യത്യസ്തത പുലർത്താൻ ഈ കോമഡി മസാല എന്ന പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പിടി സെലക്ട് ചെയ്തെടുത്തതുപോലുള്ള കുറേ ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് പെർഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ പുതുമയാർന്ന പെർഫോമൻസ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് വളരെയധികം ശക്തമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കോമഡി പ്രോഗ്രാമുകൾ പല ചാനലുകളൊക്കെ കാണുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വളരെ വ്യത്യസ്തമായ കുറേ നല്ല കൊമേഡിയന്മാരും അത് ഒരുക്കുന്ന സംവിധായകരുമൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ഞാനൊരു തമാശയിലൂടെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ലതും ചീത്തയുമായ തമാശകൾ എനിക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ചീത്ത ഭാഗങ്ങൾ വളരെ കുറവായിട്ടാണ് നമുക്കിത് വീക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കോമഡി മസാല എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോമഡി മസാലയുടെ ഭാഗമാവുകയാണ് കൊച്ചുപ്രേമൻ ചേട്ടൻ ഇന്ന് മുതൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ഗസ്റ്റ് പാനലിലേക്ക് സ്വാഗതം. ആൻഡ് ഉല്ലാസ് ചേട്ടാ, പുതിയ അതിഥി ആയതുകൊണ്ട് കുറച്ചു നേരം കൂടുതൽ സംസാരിച്ച് നിന്ന് പോയതാണ്. അത് കുഴപ്പമില്ല, അതിനിടയ്ക്ക് എന്നെ വിട്ടുപോയി, സാരമില്ല. പക്ഷേ ഏതായാലും വളരെ സന്തോഷമുണ്ട്. കൊച്ചുപ്രേമൻ ചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ ആദ്യമായിട്ട് വരികയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നത്തെക്കാളും കൂടുതലൊരു സന്തോഷം. എനിക്കും നല്ല സന്തോഷം. കാരണം ഉല്ലാസ് എന്ന് പറയുന്ന ഒരു വലിയ നടൻ. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നടനാണ് ഉല്ലാസ്. എനിക്കത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ ഇതൊക്കെ സ്കിറ്റുകളിലൊക്കെ ചിലപ്പോൾ ഈ ആളെ കാണുമ്പം തന്നെ ചിരി വരും എന്ന് പറയുന്നത് പോലെ ഉല്ലാസിനെ കാണുമ്പം തന്നെ ഒരു ചിരി ഉണ്ടാവും. പ്രത്യേക രീതിയാണ് പുള്ളിയുടെ നടത്തുന്നത്. അത് പലരും അനുകരിച്ചും കാണാം. അതെ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടുപേരാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗസ്റ്റ് പാനലിൽ കിട്ടിയിട്ടുള്ളത്. സോ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുപരിചിതമായ ഒരു ടെലിവിഷൻ ഷോയുടെ സ്പൂഫുമായി എത്തുകയാണ് ടീം ഫൺ സ്റ്റാർസ്. നമസ്കാരം, ഞാൻ ആര്യ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ ഡിഷുമായാണ് എത്തിയിരിക്കുന്നത്. ഈ ഡിഷിന്റെ പേരാണ് ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. ഒന്നും കൂടെ പറയാം, ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. ഈ ഡിഷ് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് തയ്യാറായിക്കോളൂ. ഈ ഡിഷ് നിങ്ങൾ വീട്ടിൽ തന്നെ പരീക്ഷിക്കണം. അതുമാത്രമല്ല, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആദ്യമായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് അരിയിടാം. അതിനുശേഷം കുറച്ച് വെള്ളം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് തളിച്ചു കൊടുക്കാം. ഇതിനുശേഷം ഒരു മാവിലെടുത്ത് കുത്തനെ നിർത്താം. എന്തോന്നടേ അവിടെ ചേട്ടാ, ഞാൻ അരി ഫ്രൈ ഉണ്ടാക്കുക. ഞാൻ കരുതി നിന്റെ അപ്പൂപ്പന് വെളിയിടുക. അങ്ങനെ എന്നെ കളിയാക്കിയെന്ന് വേണ്ട. ഞാനേ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പാചക റാണിക്കുള്ള അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാ. സമ്മതിച്ചേ. ഓ, ഇതെങ്കിലും സമ്മതിച്ചല്ല. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാചക റാണി നീ ആണെന്ന് സമ്മതിച്ചു. അയ്യോ, ഇംഗ്ലീഷ് പണ്ഡിതേ, സസ്പെൻഡ് അല്ല ഹസ്ബൻഡ്. നിങ്ങൾ അതിന്റെ അകത്ത് കയറി വാചകം അടിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? കൊള്ളാമോ ചേട്ടാ എന്റെ മട്ടൻ ഉലർത്തിയത്? ഇതൊന്നും ഉണ്ടാക്കി കഴിക്കരുത്. നമ്മള് പറമ്പിലിറങ്ങി ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ, ഓമയ്ക്ക എന്നിവ വേണം കഴിക്കാൻ. അങ്ങനെ ശരീരത്തിനൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. ഫ്രൂട്ട്സ്. എന്നിട്ട് വേണം ഞാൻ നിപ്പ ബാധിച്ചങ്ങ് മോളോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് ഇവിടെ വരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല മനുഷ്യ. സ്നേഹമില്ലെന്ന് പറയരുത്. എനിക്ക് ഉറക്കത്തിൽ പോലും നിന്നോടുള്ള സ്നേഹം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇന്നലെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിച്ചു, മകനെ, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ചേട്ടൻ എന്തു പറഞ്ഞു? എന്റെ പൊന്നും കുടമായ ഭാര്യയെ
പൊന്നുപോലെ കാത്തോണേ, എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ ഭഗവാനേ എന്ന്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? കുരിശിന്റെ കാര്യമാണ് എന്നോട് പറയണ്ട, ക്രിസ്തുവിനോട് പറഞ്ഞു. എപ്പോഴും എന്നെ നിങ്ങൾ ഇങ്ങനെ തരം താഴ്ത്തിയെന്ന് വേണ്ട കേട്ടോ. തരം താഴ്ത്തുന്നു ഞാനേ ചുമ്മാ ഇവിടെ വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നും അല്ല. എന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ നിറച്ച് സ്വർണ്ണം ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ കയറി വന്നത്. എടി, നിന്നെ ഭാര്യയായിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ ജുവലറിയുടെ പരസ്യമായിട്ടല്ല ഞാൻ എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. ചേട്ടാ ചേട്ടാ എന്ത് പറ? നമുക്കേ നമ്മുടെ ഇടയിലേ ഒരാളും കൂടെ വേണ്ടേ? നമ്മുടെ ഇടയിൽ ഒരുത്തനെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഈ സമൂഹത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറയിപ്പിക്കൂടെ? അതല്ല ചേട്ടാ. ഇല്ലേ? വേണ്ടേ? സംഭവം മനസ്സിലായി. നിന്റെ വയറനാങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇരിക്കുന്ന സാധനം മൊത്തം തീറ്റിച്ച് പണ്ടാര വടങ്ങാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ ഉള്ളിലിരിപ്പ്? അതല്ല ചേട്ടാ. പിന്നെ അമ്മ അമ്മ എന്ന് വിളിക്കാൻ ഒരാള് വേണ്ടേ ചേട്ടാ? കഴിഞ്ഞ 3 വീട്ടിൽ നിന്ന് താമസം മാറിയത് പാണ്ടിക്കാരൻ അണ്ണാച്ചിമാരുടെ രാവിലെ അമ്മ അമ്മ എന്നുള്ള നിലവിളി കൊണ്ടാണ്. അതൊരു അണ്ണാച്ചിയെ ഞാൻ ഇവിടെ കയറ്റത്തില്ല, ഇവിടെ ബ്ലേഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തുമില്ല. ചേട്ടാ അതല്ല ചേട്ടാ. പിന്നെ എന്ത് ചേട്ടാ? നമുക്കൊരു കുഞ്ഞി കാല് കാണണ്ടേന്ന്. നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയാലല്ല ഈ പറഞ്ഞ കാലുകളൊക്കെ ഉണ്ടാവാൻ പറ്റൂ. എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം തന്നെ ഈ മനുഷ്യന്. ചേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബം കഞ്ഞിയാ. നിന്റെ കുടുംബം കഞ്ഞി, എന്റെ കുടുംബം ബിരിയാണി. അയ്യോ ചേട്ടാ അതല്ല. ഈ കുടുംബം എന്നൊക്കെ പറയുമ്പോ ഒരു കഞ്ഞി പോലെയാണ്. ഈ കഞ്ഞിക്കകത്ത ഒരു പാത്രത്തിനകത്ത് കഞ്ഞി ഇടുമ്പം ആ കഞ്ഞിക്കകത്ത് കിടക്കുന്ന അരിയാണ് പുരുഷൻ. ഈ കഞ്ഞിക്ക് സ്വാദ് പകരാൻ ഉപയോഗിക്കുന്ന ഉപ്പാണ് സ്ത്രീ. സംഭവം ശരി തന്നെ. പക്ഷെ ഈ അരിക്ക് തുല്യം ഉപ്പ് വരുമ്പോഴാണ് കുടുംബം മൊത്തത്തിൽ കോഞ്ഞാട്ടയായി പോകുന്നത്. അയ്യോ കുടുംബത്തിന്റെ കുറ്റം പറഞ്ഞോണ്ട് നിന്നോ. ഇന്നേ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് വരുന്നുണ്ട് എന്റെ വീട്ടില്. എന്തിന്? എന്നെ വൈറലാക്കാൻ. അതല്ല ചേട്ടാ, ഈ സ്പെഷ്യൽ സ്ക്വാഡ് ചാനലിൽ നിന്ന് ഒരു പയ്യ ഇവിടെ വരും. ഒരു അണ്ടർവെയർ നിതീഷ്. ഇംഗ്ലീഷ് പണ്ഡിതേ, അണ്ടർവെയർ നിതീഷ് അല്ല, ആങ്കർ നിതീഷ്. ആ പയ്യൻ വന്ന് എന്റെ ഡിഷസ് ഒക്കെ ഇന്ന് വന്ന് ഇവിടെ വന്ന് അവൻ നോക്കി എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം എന്നെ വൈറലാക്കും ചേട്ടാ. വൈറലാക്കിക്കോ, പക്ഷെ അവനെ വയറിളക്കി വിടരുത് ചേട്ടാ. കുറച്ചൊന്ന് നോക്കിയേ. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. നോക്കിയേ. അയ്യോ ഇത് അപ്പഴങ്ങ അച്ചാറാ. ഞാൻ വിചാരിച്ച അമ്പലത്തിലെ പ്രസാദമാണെന്ന്. എന്നാണ് നീ കാണിച്ചു കൂട്ടുന്നേ? ചേട്ടാ ചേട്ടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേട്ടാ. നിക്ക് ബാത്റൂമിൽ ഒഴിവുണ്ടോ? അയ്യോ ബാത്റൂമിൽ ഒഴിവില്ല, റിസ്ക് എടുക്കണ്ട. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും നല്ല ആഹാരം കഴിച്ചോളാം. എന്റെ പൊന്നെ, നിന്റെ ആഹാരം കഴിച്ച് ജീവിതം പാഴാക്കാൻ എനിക്ക് വയ്യ. ഒന്ന് മാറി നിന്റെ അടുത്തൂടെ പോയി തന്നെ വയറിളകും. പിന്നെ ഒരു കാര്യം, ആങ്കർ വന്ന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ എന്നെ വിളിക്കരുത്, 108 വിളിക്കണം. കണ്ടോ അമ്മ, കണ്ടോ ചേച്ചി, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഇവിടെ ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഒരു ആഹാരം കഴിക്കൂല, നേരെ പോകും ഹോട്ടലിൽ പോയി മായം കലർന്നത്, പിന്നെ അജിനമോട്ട കലർന്നത്, ഇതൊക്കെ വലിച്ചു വരി കയറ്റും. എന്നിട്ടോ വീട്ടിൽ വന്നിട്ട് വയറുവേദന സൂപ്പർ എന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത്. നമ്മൾ എന്തിനു ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നത് ഇത്രയും ടേസ്റ്റി ആയിട്ട്? അയ്യോ എന്റെ മട്ടൻ കറിക്കുള്ള ആള് റെഡിയായി തോന്നുന്നു. പത്ത് 36 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ വരണമെങ്കിൽ അതിനൊരു കാരണം കാണും. 36 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഒരു ഹൂ വെക്കാൻ തന്നെ. ആ ഹൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു ഹൂ വെച്ചേരാം. കുഞ്ഞൂട്ടത്തി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കുഞ്ഞൂട്ടത്തി എന്ന് വിളിക്കരുതെന്ന്. ആ എനിക്കിത് കിട്ടണം. കേട്ടാ പ്രാമേണ അറിയാമോ, കൊച്ചുനാളിലെ എവക്ക് ഒരു 8 വയസ്സുള്ള സമയം 2 കാലും ഒടിഞ്ഞ് വീട്ടിരിക്കണ്. എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ പേരയ്ക്ക പറിച്ച അണ്ണാന്ന് പറഞ്ഞു. ഞാൻ എവിടെ എടുത്ത് തോളി വെച്ച് മരപ്പട്ടി പേരമരത്തി വലിഞ്ഞു കയറും കണക്ക് വലിഞ്ഞു കയറി പേരയ്ക്ക പറിച്ചു കൊടുത്ത്. അത് നിനക്ക് ഓർമ്മയുണ്ടാ? നോക്ക്, ഈ നെഞ്ചി കിടന്നാണ് നീ കളിച്ചു വളർന്നത്. എവിടെ നോക്കട്ടെ, കാണിച്ചു തരാം. ഈ നെഞ്ചത്ത് കിടന്ന് കളിക്കാൻ ഈ നെഞ്ച് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉണ്ട്. കൊള്ളാം കേട്ടാ. എടി ഞാൻ മുഖം കാണിക്കാൻ വന്നേണ്. മുഖം കാണിക്കാൻ ഞാൻ തോന്നുന്നു രാജകുടുംബത്തിൽ അങ്കു. അതല്ല ഇവിടെ കാലുകാരി വരുന്നില്ലേ, അതിന് മുഖം കാണിക്കാൻ വന്നേണ്. ഓ നിങ്ങളെ മുഖം ഒന്നും ഇങ്ങോട്ട് എടുക്കൂല.
പിന്നെ നിന്നെ കുറിച്ച് വീട്ടിൽ എപ്പോഴും ചർച്ചയാണ്. അപ്പൊ അവിടെ ന്യൂസ് ചാനൽ തുടങ്ങിയാട്ടെ. അതല്ലെന്ന്, നിന്റെ നാത്തു എന്റെ ഭാര്യയെ എപ്പോഴും പറയും നാത്തൂന്റെ അലുവാത്തോരായി, നാത്തൂന്റെ അലുവാത്തോരായി. പിള്ളേർ എപ്പോഴും പറയും മാമിയുടെ അലുവാത്തോരൻ വേണം, മാമിയുടെ അലുവാത്തോരൻ വേണം. എന്റെ നാത്തു സുഖമായിട്ടിരിക്കണ ഏട്ടാ. അയ്യോ, ഭയങ്കര സുഖം. എന്റെ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കണ നീ ഏട്ടാ. സുഖായിരിക്കണ്. എന്റെ ഭഗവാനെ, എന്റെ നാത്തൂന് ഒരു അസുഖവും വരുത്തല്ലേ. എടി പിന്നെ നമ്മളെ സുമേഷ് ഇല്ലേടി, സുമേഷ്, ആ. സുമേഷിന്റെ കൊച്ചിന്റെ നൂല് കഴിഞ്ഞു. ആ. എനിക്കറിയാലോ നാട്ടുകാരെല്ലാം കൂടെ ഒരുപാട് പേര് വരുമെന്ന്. ആ. അങ്ങനെ 10,000-2000 പേര് വരുമെന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പം അവന്റെ ഒരു പിടുത്തം പാചകത്തിന് നീ മതിയെന്ന്. കണ്ടാണ് എന്റെ പാചകത്തിന്റെ വില, കണ്ടാണ് കണ്ടാ അമ്മ, എന്റെ പാചകത്തിന്റെ വില കണ്ട. ആർക്കും ഒരു മതിപ്പും ഇല്ല. പിന്നെ എന്നിട്ട് എന്തെന്നറിയാമോ സംഭവം? ഈ 2000 പേര് വന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ, കൊത്തപ്പണിക്ക് പോകണാണെങ്കിൽ കുടുംബം കടവഴുതി തള്ളേണ്ടി വരൂലേ? എവള് പാചകം ചെയ്ത 10 പേര് പോയിട്ട് ഒരു പട്ടി പോലും കഴിക്കില്ല. അതുകൊണ്ടാണ്. ദേ, അനാവശ്യം പറയരുത്. ചേട്ടാ ഒരു കാര്യം ചെയ്യ്. അതല്ല, വേറൊരു കാര്യമുണ്ട്. എന്താ? എന്റെ ഒരു അന്ത്യാഭിലാഷം നീ സാധിച്ചു തരണം. എന്താ ഏട്ടാ? അതെ, ആ. ഞാൻ മരിക്കുമ്പോ എന്നെ അടക്കം ചെയ്യുമ്പം അതിന്റെ കൂടെ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ നീ വെക്കണം. അയ്യോ, അതെന്തിനാ? മരിച്ച അവിടെ ചെല്ലുമ്പോ നരകമാണ് വിധിക്കണമെങ്കിലേ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൽ ഇത്രയും നാള് നരകത്തിലായിരുന്നു, ശിക്ഷ ഇളവിയത് തരണമെന്ന്. എന്റെ ഭഗവാനെ, എന്റെ ചേട്ടാ അങ്ങോട്ട് പോണതിന് മുമ്പ് എന്റെ ആഹാരം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൊടുക്കണേ. അയ്യോ. ചേട്ടാ, ഇത് കുറച്ചൊന്ന് കഴിച്ചു നോക്ക് കേട്ടാ. എടി മക്കളെ, നിന്റെ ആഹാരം കഴിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവും. ചേട്ടാ കുറച്ചൊന്ന് കഴിക്കേട്ടാ, വേണ്ട. പ്ലീസ് കേട്ടാ. വേണ്ട, വേണ്ട. നമ്മളൊരു ചോരയല്ലേ ഏട്ടാ? അങ്ങനെ ചോര തെറിപ്പിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. വേണ്ട ചേട്ടാ, നമ്മളൊരു കുടുംബത്തിലുള്ളവരല്ലേ ഏട്ടാ? ഇത് കഴിച്ചുള്ള ബന്ധം ഉറപ്പിക്കലൊന്നും വേണ്ട, അതുകൊണ്ടാണ്. ചേട്ടാ, ഞാനല്ലേ എന്നെ തന്നെ. കൊച്ചിലെ എടുത്ത് നെഞ്ചത്ത് വെച്ച് നടന്നല്ലേ ഏട്ടാ? സെന്റിമെന്റ്സ് കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് എന്റെ അടുത്ത് ചെയ്യും? ഇങ്ങനെ നില്ല്. ഒഴിവുണ്ടാ? അച്ഛൻ വെളിയിലാണെന്ന് തോന്നുന്നു. ഇട്ടേരാ. നന്നായിരിക്കണം. കൂടുതൽ പറയാനുള്ള ആവതി ഇനി കിട്ടുമെന്ന് തോന്നണില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടാ. അയ്യോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെ. ഭഗവാനേ. എക്സ്ക്യൂസ് മീ. അയ്യോ അയ്യോ, ചാനലിൽ നിന്ന് നിതീഷ് വന്നെന്ന് തോന്നുന്നു. എന്റെ ഭഗവാൻ. നമസ്കാരം, ബോണ്ട മീഡിയയിലേക്ക് സ്വാഗതം. വീട്ടിലെ കറി വേണമെങ്കിൽ തിന്നെ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ചേച്ചി. ഇന്ന് നമ്മൾ ആര്യ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ആര്യ ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും എന്റെ ചേട്ടനും എന്റെ അമ്മാവനും. അപ്പൊ ഇവരെല്ലാരും നല്ല ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. നല്ല സുഹൃതം ചെയ്ത ആൾക്കാരാണ്. അതെ അതെ ചേട്ടന് അമ്മായി അച്ഛനല്ലേ? അതെ. ആ ചേട്ടനും. അതെ. ഓക്കെ. പിന്നെ ചേച്ചി നാട്ടിൽ നല്ല പാചക റാണി എന്നാണ് എല്ലാരും പറയുന്നത്, ശരിയാണോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇന്ന് എന്ത് ഡിഷാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ഡിഷാണ്. ഇതിന്റെ പേരാണ് ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. കാച്ചില്? ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. അപ്പൊ ഇതിന് വെള്ളം വേണ്ടി വരുമല്ലേ? ഇപ്പൊ തന്നെ ഓൾറെഡി വെള്ളം അതിൽ തെറിച്ച്, അപ്പൊ ഇനി കുറച്ച് മതിയില്ല. ചുമ്മാ അറിയിച്ച്. അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? പറഞ്ഞു തരാം. ആദ്യമായി 3 കല്ലെടുത്ത് ഇങ്ങനെ വെക്കുക. പൊങ്കാലിടാൻ പോണം? അല്ല, ഞാൻ തനിനാടൻ സ്റ്റൈലാണ്. ഓ, തനി നാടൻ ശൈലിയിലാണ് ചേച്ചി ഇത് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. ക്യാപ്ചർ ചെയ്തോളാം, തനി നാടൻ ശൈലിയിൽ. ഓക്കെ. എന്നിട്ട് 3 കല്ലെടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു പാത്രം എടുത്ത് വെക്കുക. ചേച്ചി 3 കല്ലെടുത്ത് വെച്ചു, അതിന്റെ മുകളിൽ പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിനുശേഷം നമുക്ക് മൂട്ടി തീ പിടിപ്പിക്കുക. അപ്പോഴേ 3 കല്ലെടുത്ത് വെച്ചു, അതിനുശേഷം പാത്രം എടുത്ത് വെച്ചു, അതിനുശേഷം മൂട്ടിൽ തീ പിടിച്ചു. മൂട്ടിൽ തീ പിടിച്ചാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, രാവണന് ഹനുമാൻ മൂട്ടിൽ തീ പിടിച്ച് ലങ്കയാകെ ചുട്ടരിച്ച് ഹനുമാൻ ഇങ്ങനെ പരക്കം പാകുകയാണ് രാവണന്റെ മുന്നിലേക്ക്. അയ്യോ, രാവിലത്തെ ലങ്കാദഹനം ചെയ്യുന്ന ഞാനാണ് മീഡിയയിൽ. അപ്പൊ അതിന്റെ ഈ ഫ്ലോ അങ്ങ് കയറി വന്നു ഒരു ഫ്ലോയിലെ. സോറി ചേച്ചി. അപ്പം അവിടെ കട്ടെ കയറിക്കോ ചേച്ചി. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം നമ്മളിങ്ങനെ ഈ ചിക്കൻ എടുക്കുക. ചിക്കനിൽ നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് നേരെ ഒന്ന് യോജിപ്പിക്കുക. യോജിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാങ്ക്രീറ്റ് ഒക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴന്ന് പറഞ്ഞ അങ്ങോട്ട് കുഴയ്ക്കും. കാങ്ക്രീറ്റ് ഇത് മനസ്സിലാക്കണം. നല്ല രീതിയിൽ അരപ്പൊക്കെ ഒട്ടുന്ന രീതിയിൽ യോജിപ്പിച്ച് വെക്കുക എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. ഓക്കെ. അങ്ങനെ ഈ മസാലകളൊക്കെ കോഴിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കോഴിയെ നോക്കി നിൽക്കും. ഓൾറെഡി എനിക്ക് നാട്ടിൽ നല്ല ചീത്തപ്പേരാണ്. ചേച്ചി അങ്ങോട്ടങ്ങോട്ടാ മാറിയ തിരിഞ്ഞ് നോക്കിയാൽ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കിടക്കാം. അപ്പൊ മസാലകളൊക്കെ കോഴിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഊതി കൊടുക്കുക. ഊതി കൊടുക്കണം. ഈ മറ്റേ നല്ല രീതിയിൽ ഊതി കൊടുക്കണം, എന്നാലേ അത് വേവത്തുള്ളൂ, തിളക്കത്തുള്ളൂ. നീ അങ്ങോട്ട് ഊതാതെ എന്റെ കണ്ണിലോട്ട് ഊതട്ടെ. അയ്യോ, കണ്ണിൽ വീണാച്ചി.
ചേട്ടൻ എന്തിനേട്ടാ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് കയറി വാ. ഏയ്, ഏതോ ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അപ്പൊ ഈ അന്യപുരുഷൻ അത് കണ്ടില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിലെ കറി വേണമെങ്കിൽ തിന്ന്. എന്റെ വീട്ടിലെ കറി വേണമെങ്കിൽ തിന്നാൻ പറയാൻ നീ ആരാടാ? പോർക്കിനുണ്ടായവനെ. അതല്ല, ഞാൻ ഈ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചേച്ചിമാരെ കൊണ്ട് ആഹാരം വെപ്പിച്ചിട്ട് അത് കഴിക്കാൻ വരുന്ന നിതീഷ് ചാനലിലെ തെണ്ടി തിന്നി അത് മതി. ചേച്ചി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വരുന്ന വഴി 2 കുപ്പി കള്ള് ഏറ്റിയച്ചാ വരുന്നത്, അതിന്റെയാ. അതല്ല പോയി കണ്ട ഈ സാധനം ഡിഷ് നല്ല റെഡിയായി മണം വരുന്നു എന്നാ പറയുന്നത്. ടേസ്റ്റ് ആയി. ചേച്ചി ഇനി ലാസ്റ്റിൽ എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കാനുള്ളത്? നമുക്കിനി ചേർക്കേണ്ടത് ചേർത്തോട്. മഞ്ഞപ്പൊടിയും പാലുമാണ്. മഞ്ഞപ്പൊടിയും പാലും ചേർത്ത് നിങ്ങൾ എന്തൊരു പായസം ഉണ്ടാക്കണം? പക്ഷേ മഞ്ഞപ്പൊടി വീട്ടിലില്ലടാ. ഞാൻ അപ്പുറത്തെ അതിന് മുമ്പ് ഒന്ന് രുചിച്ച് നോക്കടാ, രുചിച്ച് അല്ല, രുചി നോക്കാൻ വരട്ടെ. ഇനി കുറച്ചും കൂടെ ഉണ്ടല്ലോ പരിപാടി. മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാനുണ്ടല്ലേ? അപ്പൊ ചേച്ചി ശാന്തമ്മയുടെ വീട്ടിലെ മഞ്ഞപ്പൊടി വാങ്ങാൻ പോവുകയാണ്. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അടുക്കള പട്ടിക്ക് ചോറ് ഇറങ്ങി വെച്ചിട്ടുണ്ട്, അടുത്ത് തിന്നക്കല്ലടാ മോനെ. ഒന്നും പറയണ്ടളിയാ. വന്ന ഉടനെ അളിയന്റെ ഭാര്യ എന്റെ പെങ്ങളൊരു സാധനം തന്നു, കഴിച്ചു, അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് പെട്ടെന്ന് പോന്ന് അച്ഛൻ വെളിയിൽ നിന്ന് ഭയങ്കര ബഹളം. അയ്യോ, എന്റെ അളിയ ജീവനോടുണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അമ്മയ്ക്ക് പിടിക്കല്ലേ അളിയ, അതിനുള്ള ആവതൊന്നും ഇല്ല. ജോലിയൊക്കെ ഏത് ജോലി അളിയാ? കറവയൊക്കെ വറ്റി അളിയ. അയ്യോ, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഇരിക്കുമ്പോ വിരലൊന്ന് തരിക്കുമ്പോ ഒരു മിൽമാപ്പാല് വാങ്ങി ഒരു കിഴുത്തിടും, 2 പിടുത്ത അത്ര. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് സമയം പോളിയാ. ഞാനെന്ന് പറയുന്ന നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, മനസ്സിലായ? നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങളല്ലേ അളിയാ? വീടാന്തരം പ്രശ്നങ്ങളാണ്. ഞാനിത് വീടാന്തരം കയറി ഇറങ്ങി അങ്ങ് പരിഹരിക്കും. എന്നാലും ഇപ്പോഴും പ്രശ്നമാണ് അളിയാ. അളിയന്റെ വീടാന്തരമുള്ള കയറ്റം നിർത്താമെങ്കിൽ നാട്ടിലെ പകുതി പ്രശ്നവും പരിഹരിക്കപ്പെടും. അളിയൻ ഇങ്ങനെ ഇവിടെ ഇരുന്നോ? അളിയ ഒരു കുടുംബമാകുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അളിയ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധയുണ്ടളിയാ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കുമെങ്കിൽ അളിയന് ATM-ന്റെ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടും. ആ സെക്യൂരിറ്റിക്കും ഇത് തന്നെ പണി. ഇങ്ങനെ നോക്കിയിരിപ്പേ ഉള്ളൂ, ആര് വരുന്നു പോകുന്നു എന്ന് ശ്രദ്ധിക്കാറില്ല, അത്ര തന്നെ. പിന്നെ അളിയൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ സഹോദരിക്കിട്ട് പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കണത്. അന്തസ്സായിട്ട് കല്യാണം നടത്തി കൊടുത്ത്. അമ്മച്ചി, നമ്മളിപ്പം പണ്ടൊക്കെ കല്യാണത്തിന് മറുവീടിന് പോകുമല്ലേ? മറുവീടിന് പോകുമ്പോ എന്തരാണ് കൊടുക്കണത്? എന്തരാണ് കൊടുക്കണം? മറുവീടിന് ചെല്ലുമ്പോ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും ചെറുക്കൻ? അലമാര, മുറുക്ക്, കപ്പക്കൊല, അലുവ. ബെസ്റ്റ് അമ്മച്ചിയാണ്. അലുവയും മുറുക്കും കപ്പക്കലയും കൊടുത്ത് അപ്പൊ ഞങ്ങൾ പറ്റിച്ചു. ഒരു സൈക്കിള് അന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കൊള്ളാം കേട്ടാ. എന്നാ ഞാൻ കൊടുത്തത് അണ്ണാ ഫ്രിഡ്ജ്. അടിപൊളി ഫ്രിഡ്ജ്. ചോദിച്ചോ. ഫ്രിഡ്ജ് അളിയ സത്യം, ഫ്രിഡ്ജാണ് കൊണ്ട് തന്നത്. നല്ല ഫ്രിഡ്ജ്. 2 എണ്ണം അടിക്കാമെന്ന് പറഞ്ഞ് 1 കുപ്പി വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കാത്തിരുന്നു. തണുത്തില്ല. നോക്കിയപ്പോ എന്താ, ഫ്രിഡ്ജിന് വയറില്ല. ഫ്രിഡ്ജിന്റെ കവറിനകത്ത് ഇരുമ്പലമാര കയറ്റി വെച്ച് കൊണ്ടുവന്ന് തന്ന് എന്നെ പറ്റിച്ചു ഈ കള്ള വവ്വാലിനുണ്ടായവൻ. അളിയ അത് പറയല്ലേ അളിയ, അത് പറയല്ലേ. അളിയ മറുവീടിന് വരുമ്പോ ഞങ്ങൾക്ക് എന്തൊരു തരുമെന്ന് പറഞ്ഞ്? ബിരിയാണി തന്നെ. ഞാനും എന്റെ പെണ്ണും പിള്ളും ബിരിയാണി കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാതെ അവന്റെ വീട്ടിൽ വലിഞ്ഞ് ചെന്നപ്പോ ഉപ്പുവാവ് കോവുന്നത് സഹിക്കാൻ പറ്റുമോ? വയറില്ലാത്ത ഫ്രിഡ്ജ് കൊണ്ടുവന്നവന് ഇനി ഞാൻ 5 സ്റ്റാർ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം. എന്നാലും അളിയും ഫ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞ് ശരിയായില്ല അളിയ. അളിയ നാളെ ആഹാരത്തിന് വേണ്ടി എന്റെ അടുത്ത് മനസ്സിന് വേദന. അയ്യോ, എന്തൊരു സ്നേഹമുള്ള അളിയനും എപ്പോഴും ഇങ്ങനെ. നല്ല കുടുംബമാണ് കേട്ടോ ഇവര്. ഇവർ തമ്മിൽ നല്ല സഹകരണ മനോഭാവമുള്ള ഒരു ആൾക്കാരാണ്. എങ്ങാണ്ട് കിടന്നൊരു വവ്വാലിനുണ്ടായ പെണ്ണിനെ ചേട്ടാ, എന്താ ഇത്? എടാ കടിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്തെത്തി. ഇതൊരു പ്രോഗ്രാമാണ്, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് 2 സൈഡിൽ നിന്നും. നിങ്ങളെ ചാനലിൽ കാണിക്കാനുള്ളതാ. നിങ്ങൾ ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരുന്ന ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് പോവാം. മൂക്കിന് താഴെ ഊഞ്ഞാലിട്ടവനെ പറയാനുള്ള പറയടാ. ഊഞ്ഞാലല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു.
ചേച്ചി അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് ലാസ്റ്റില് നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമായെന്ന് തോന്നുന്നു ഡിഷസ് അല്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമായിരുന്നു. നാരങ്ങ പിഴിഞ്ഞോ? നാരങ്ങ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് അല്ലേ? മലയാളത്തിൽ പറഞ്ഞാവേ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നാരങ്ങ നീരില്ല, അതിന്റെ എസൻസ് വേണം. അപ്പൊ അത് എസൻസ് വേണം. ഓ പറയണ്ട് ഇതൊക്കെ ചേട്ടനിലുണ്ടോ? അതൊക്കെയല്ലേ നമ്മള് തരും ഈ ചേട്ടൻ സാധനം. ചെറിയ പാചകക്കാരനൊക്കെ ആണല്ലേ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? നിന്നെ തുറന്ന് നോക്കണോടാ അപ്പൊ എന്നെ. ഞാൻ തന്നെ ഇട്ടോട്ടെ ഇതിലോട്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേട്ടാ ഒന്ന് ഇടുകയാണ്. അപ്പൊ ചേച്ചി ഒന്ന് ഇളക്കിക്കോളൂ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ. ശരി ശരി. അപ്പൊ നല്ല മണം, നല്ല കനത്തിൽ ഇളക്ക്. വെന്ത് തിളച്ച് നല്ല മണം വരുന്നുണ്ട്. നല്ല സ്വാദേറിയ ചേച്ചിയുടെ പുതിയ വിഭവമാണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാനായിട്ട് നാവില് വെള്ള ഊറി വരികയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാമല്ലോ. നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. കഴിച്ചു. സൂപ്പർ കൊടുകൈ. അയ്യോ ഞാൻ ഇന്നേ വരെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇന്നേ വരെ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അടിപൊളി ചേച്ചി, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി. പിന്നെ ലാസ്റ്റിൽ ചേർത്ത എസൻസ് ഇല്ലേ, നാരങ്ങ നീരിന്റെ എസൻസ്, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ചേട്ടൻ കൊണ്ടുവന്നത്? കൊണ്ടുവന്നെന്ന് പറഞ്ഞാല് എന്റെ കയ്യിലുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു തരാമോ എന്താണെന്ന്? നിം നിമ്മ. എടാ സോപ്പ് പൊടി നിം, അതിലല്ലേ 100 ചെറുനാരങ്ങയുടെ ശക്തി ഒളിച്ചിരിക്കുന്നത്. എന്റെ അയ്യോ! അങ്ങനെ നമ്മൾ ഇന്നൊരു കുക്കറി ഷോ ആണ് കണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിലൊരു എന്താണ് നല്ല ഒരു രസികൻ പാക്കേജ് ആയിരുന്നു. ആ കുക്കറി ഷോ കണ്ടു, അതിൻ്റെ കൂടെ നമ്മൾ ഇവരുടെ കോമഡി എൻജോയ് ചെയ്തു. മൊത്തത്തിൽ ആ ഒരു സെറ്റിങ്സ് കണ്ടിട്ട് ഒരു അടുക്കള നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ആങ്കർ തകർത്തു. എല്ലാവരും ആ അളിയനും തകർത്ത് മറിച്ചു. ആൻഡ് നമുക്ക് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് നിങ്ങൾ സമ്മാനിച്ചത്. നമുക്ക് എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനോട് ചോദിക്കാം. കൊച്ചുപ്രേമൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലേ, കൃത്യമായ അളവിൽ മസാലകളൊക്കെ ചേർത്ത് കോമഡി മസാലയിൽ ഒരു നല്ല വിഭവം അവരൊരുക്കി തന്നിട്ടുണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കഥയേക്കാൾ കുറെ കൂടെ മെച്ചമായിട്ടിരുന്ന അവരുടെ പ്രകടനമാണ്. ആർട്ടിസ്റ്റുകളുടെ നല്ല തഴക്കം വന്ന ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ തഴക്കമുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അവരത്ര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ആ പ്രമേയം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർത്ത് ചിരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനൊക്കെ കഴിഞ്ഞു. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഉല്ലാസേട്ടാ? അടിപൊളി. ജയചേട്ടനും പിന്നെ സന്തോഷമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ടീമിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒട്ടും താഴോട്ട് പോകാതെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ നന്നായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം ഇപ്രാവശ്യം എപ്പോഴും ഞാൻ സന്തോഷിൻ്റെ കാര്യം പറയാറുണ്ട്, ക്യാരക്ടറൈസേഷനിൽ പുള്ളിക്ക് പ്രത്യേകമായൊരു സംഭവമുണ്ട്. അതുപോലെ ജയചേട്ടൻ ഇപ്രാവശ്യം 2 വേഷങ്ങളാണ് ചെയ്തത്. സന്തോഷം ഇപ്പോൾ ഒരു വേറെ കാര്യമുണ്ട് കേട്ടോ. നിങ്ങളിത് പറഞ്ഞറിഞ്ഞ് ഇവയിപ്പോ പറയുന്നത് ചാനലിലെ കമലഹാസവനാണ്. പോട്ടെ, ചാനലിലെ കമലഹാസന പട്ടം സന്തോഷിന് കൊടുത്തു. അതുകൊണ്ടാണ് സന്തോഷ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ സന്തോഷം അഭിനയിച്ചിട്ട് പോയി എന്ന് പറഞ്ഞത്. ഒരു പപ്പടവട ഒരു പപ്പടവട. ശരി. രണ്ടുപേരുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. കഴിവുള്ളവരെപ്പോഴായിരുന്നാലും കയറി വരും. അതുപോലെ തന്നെ നമ്മുടെ സന്ധ്യ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല നിതീഷ് എല്ലാവരും അവരവരുടെ ഭാഗം ഭംഗിയായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി. നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയുടെ അടുത്താണ് ഇവർ കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് മറുവീടിന് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. മറുവീടിന് ശരിക്കും ഇതൊക്കെ തന്നെയാണോ കൊണ്ടുപോവുക? അലമാര കൊണ്ടുപോകും. മുറുക്ക് അപ്പക്കൊല പിന്നെ അലുവ. അമ്മ കാര്യമായിട്ട് പറഞ്ഞാണ് കേട്ടോ. ഫ്രിഡ്ജ് കൊണ്ടുപോകാറുണ്ടോ? ഫ്രിഡ്ജ് ഒക്കെ കൊണ്ടുപോകാറുണ്ടോ? ഫ്രിഡ്ജില്ല. അന്നൊന്നും ഫ്രിഡ്ജില്ല. കട്ടില് കൊടുക്കും. ഇപ്പോഴും കൊണ്ടുപോകുമായിരിക്കും. കൊണ്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? രസമുണ്ടായിരുന്നു? ഓക്കെ, ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് ഓഡിയൻസ് ഇവർക്ക് ഇന്ന്
കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് പറക്കാട് ജുവൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ആൻഡ് ഈ സമ്മാനങ്ങൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൊച്ചു പ്രേമൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്, ഒപ്പം ഉല്ലാസേട്ടനും. അടുത്തതായിട്ട് വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് എത്തുന്നു നമ്മുടെ അക്ഷര നഗരിക്ക് അഭിമാനമാവാൻ കോട്ടയം സുഭാഷ്. സുഭാഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സ്പെഷ്യൽ ആക്കാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമുണ്ട്, പിന്നെ കുറച്ച് സൗണ്ട് എഫക്റ്റുകൾ. ഓക്കെ, സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ശരി, തുടങ്ങുമല്ലേ എന്നാ? തുടങ്ങാം. ശരി, ആദ്യം എന്താണ്? ആദ്യം നമുക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷനിലൂടെ ഒക്കെ വന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. ഓക്കെ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്താ മനുചേട്ടാ, മനുചേട്ടാ, രേനചേട്ടായി, നിങ്ങളെ കൊണ്ടാണ് ഞാൻ ഇറങ്ങിയാക്കണ. സാറിന് അടുത്ത പടത്തിലൊരു വിഷമൊന്നും ഒരുക്കി ഞാൻ. ഈ ചെറുക്കണൊക്കെ എന്തോരം കുത്തുറന്നാലും ഒടുക്കത്തെ ക്ലാമറാന്നേ. അതൊക്കെ വല്ല ഫോട്ടോഷോപ്പിലും ചെയ്ത ആർക്കടവേ. നിന്റെ പേരെന്നാടാ? നാസപ്പൻ. അയ്യോ ദാരിദ്ര്യം. ഓക്കെ, അടുത്തതാരാണ്? അടുത്ത നമുക്ക് ജോയ് മാത്യുവിന്റെ ശബ്ദം. ഓക്കെ, ജോയ് മാത്യു. ജോയ് മാത്യുവിന്റെ. അപ്പൊ 2 വോയിസ് ഉണ്ട്, 2 പടത്തിലുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പ്രൈസ് ദി ലോർഡ് എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. ഓക്കെ. ഞാൻ കരിമണ്ണൂർ കടുവ കുഞ്ഞേൽ കുഞ്ഞുട്ടി, ഇതെൻ്റെ മൂത്ത മക്കളാണ് സോണിക്കുട്ടിയും ശിവക്കുട്ടിയും. പള്ളിമതിലെ കുറിച്ച് A ക്ലാസ് കുടുംബം ഞങ്ങളുടേത്. 150 ഏക്കർ അവറും ചെറുക്കനെങ്കിലും ഓസിന് അടിച്ചെടുക്കാൻ അവളാണെങ്കിൽ നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കില്ല. ചിത്രത്തിലെ ജോയ് മാത്യുവിന്റെ കുമരങ്കരി എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗ്. ആമേൻ എന്ന ചിത്രത്തിൽ കുമരങ്കരി പള്ളി പൊളിച്ചു പണിയണം, പള്ളി മാറ്റി പിരിച്ചു വിടണം, സോളമനെ കൊണ്ട് ശോഷനെ കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫാദർ ഒറ്റപ്പിളാക്കനാണ്, അല്ലാതെ വട്ടുളിയില്ല. വട്ടുളി ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പള്ളി വരുന്ന ജീൻസ് ഇട്ടുകൊണ്ടാണോ നാളെ വരുമ്പോൾ ലോഹ ഇട്ടുകൊണ്ട് വരണം. അടിപൊളി. ഓക്കെ, ഇനി അടുത്തതാരാണ്? ഇനി നമുക്ക് സിദ്ദിഖ് ലാലിന്റെ ശബ്ദം. കാര്യം പളക് പോലൊരു മനസ്സാം അമ്പാടത്തറോടെയും സമ്പത്താലേക്കുള്ള യോഗ്യതയൊന്നും സഹിക്കില്ലെന്നറിയാം. പക്ഷേ അങ്ങടെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റായി. എത്ര ഉള്ള ഡോക്ടറായാലും ചാമ്പറച്ചായിട്ട് കേൾക്കും. ഇത് ചാമ്പറച്ചതിലും തൊട്ടിടയ്ക്ക് സാറസ് പറഞ്ഞിട്ടില്ല. എനിക്ക് കൊടുക്കുന്ന ക്ലാമറാണ് പന്നി. ഇനി നമുക്ക് ഒരു പഴയ ഡയലോഗാണ്, എന്നാലും പ്രേം നസീറിന്റെ ഒരു ശബ്ദം. പഴയൊരു ഈ അമ്മയുടെ പൊന്മോൻ വന്നമ്മ ഔപചാരികമായ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ കാണുവാനും നിങ്ങളുമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെള്ളമുണ്ട്, കൈലിമുണ്ട്, കാവ്യമുണ്ട്. ബാവുമോനെ, നീ അങ്ങോട്ട് പോവില്ലേ? അവിടെ ഭയങ്കര കൊക്കയാണ്. പോയോ? നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റിലേക്ക് പോകാം. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും സ്ഥാനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ സ്വന്തം നാട്ടിൻ പുറത്ത് താമസിക്കുന്നതിൻ്റെ ഒരു സുഖവും സൗകര്യവും ഒരിക്കലും നമുക്കൊരു ഫ്ലാറ്റിലും വില്ലയിലും നമുക്ക് കിട്ടില്ല. അത്തരത്തിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ വർക്കിംഗ് സൈഡിലേക്ക് നമുക്ക് എത്തി നോക്കാം. അപ്പോൾ അവിടെ ഒരു കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഫ്ലൈവുഡ് മുറുക്കി നിൽക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ ഇലക്ട്രിക് ജോലി എന്ന ജോലിക്കാരൻ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭിത്തിക്ക് ഹോൾ ഇടുന്നു നോക്കും. തൊട്ടടുത്ത മുറിയിൽ ഇവർക്കെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീ തേങ്ങ ചിരണ്ടെന്നെങ്കിലും നോക്കാം. അപ്പം നമ്മുടെ വീട്ടമ്മമാരൊക്കെ തേങ്ങ തീർന്നതിന് ശേഷം അതിൻ്റെ ചിരട്ടയും കൂടെ ഒരു ശകലം ചിരണ്ടിയിടും. വർത്താനം പറയുന്ന ചിലപ്പോൾ സീരിയലൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ശകലവും കൂടെ ചിരണ്ടിയിടാറ്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് രാത്രി സമയങ്ങളിൽ ഇഷ്ടമുള്ള സമയം എത്രയായിരിക്കും? രാത്രി സമയങ്ങളിൽ ഇഷ്ടമുള്ള ടൈം? രാത്രി സമയത്ത് ഇഷ്ടമുള്ള സമയം അങ്ങനെ ഒരു സമയമുണ്ടോ? എന്നാലും
ചിലപ്പോൾ നമ്മുടെ ഷോ തുടങ്ങുന്ന ടൈം ആയിരിക്കും നമുക്ക് വാച്ച് ചെയ്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ 8 മണി 8 മണി. അപ്പോൾ 8 മണിക്ക് നമ്മുടെ വീട്ടിലെ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം 8 മണിക്ക് 8 മണിക്ക് ഓക്കെ അതിന്റെ ശബ്ദം ഇങ്ങനെ നോക്കും. ആ ഇത് 10 മണിക്കാണെങ്കിൽ മാറുമോ? 10 മണിക്കാണേലും ഇത് തന്നെയാണ്. അപ്പൊ പറയാൻ കാര്യം രാത്രി ആകുമ്പോൾ നിശബ്ദമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് അപ്പൊ പകലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യില്ല നമ്മൾ ശരിക്കും. ഓക്കെ അപ്പൊ ഇനി നമുക്കൊരു വീട്ടിലെ തീപ്പെട്ടി എടുത്തിട്ട് കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം. തീപ്പെട്ടി കുലുക്കുമ്പോഴുള്ള ശബ്ദം. ഓക്കെ ആ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ വേണ ശബ്ദം ഇടാം. തീപ്പെട്ടി വേണം ഒന്ന് കുലുക്കിക്കൂ. ആ ഓക്കെ ആ ഇനി നമ്മളൊക്കെ വായിക്കോട്ട ഇടാറുണ്ടല്ലോ. അപ്പം നമ്മൾ കോട്ടയംകാരാണല്ലോ ഞങ്ങൾ. ഞാൻ കോട്ടയത്താണ്, മണർകാടാണ്, പാലയാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് എന്താണ് പറയുന്നത് അറിയത്തില്ല. കൂട്ടുവായാണോ വായിക്കോട്ടാന്നോ അങ്ങനെ പലതും പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ നായ്ക്കുട്ടി ഒരു പട്ടി കൂട്ടുവായിരുന്നു അങ്ങനെ നോക്കാം. ഓക്കെ താങ്ക് യു. സോ അതായിരുന്നു സുഭാഷിന്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിക്കാം. ഉല്ലാസേട്ടാ ആൻഡ് കൊച്ചു പ്രേമിച്ചേട്ടാ പറയൂ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? സുഭാഷ് അടിച്ചു പൊളിച്ചു, നന്നായിരുന്നു. ഓക്കെ താങ്ക് യു. നമ്മൾ സ്ഥിരം കേട്ടും കണ്ടും വരുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ പലതിലും ഒരു വെറൈറ്റി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഓക്കെ നന്നായിരുന്നു. ഓക്കെ സുഭാഷ്, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വേദികളിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഹലോ ആ ആ അവിടെ വരെ എത്തിയോ? ഓക്കെ എന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക്. ആ ഓക്കെ ആ ഉല്ലാസേട്ടാ പരിപാടിയാ കാണിച്ചേ. അല്ല ഇവിടെ ഷൂട്ട് നടക്കുമ്പോഴേ ഇവിടെ ആരും ഫോൺ ചെയ്തിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അശ്വതിക്ക് മാത്രം പ്രത്യേക ഒരു നിയമം എന്താണ്? അയ്യോ ഞങ്ങൾക്ക് അപ്പൊ നമ്മൾ ഫോൺ അതുകൊണ്ടല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാൾക്കൊന്ന് വഴി പറഞ്ഞു കൊടുക്കാനാ ഉല്ലാസേട്ടാ. ഉല്ലാസേട്ട ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഹലോ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? തമ്പാനൂരുന്നാ? അവിടുന്ന് വരുമ്പോ പാപ്പനക്കോട് കഴിഞ്ഞ് കരമന കഴിഞ്ഞ് കൈമനത്തുനിന്ന് വലത്തോട്ട് വരുന്നതാണ്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുമല്ലോ. അമൃത സ്റ്റുഡിയോ കറക്റ്റ് അല്ലേ? ആ ഓക്കെ 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 ശരി. ഹലോ ആ ഓക്കെ സാർ. ഓക്കെ 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 അല്ല എന്താ സാർ പ്രശ്നം എന്താ? ആണോ? അയ്യോ അത് വളരെ മോശമായി പോയി. ഉണ്ട് ഇവിടെ ഉണ്ട് പോന്നു. ആ ഓക്കെ ഒരു നന്ദു സാർ വിളിക്കായിരുന്നേ. ആ പോലീസ് ഓഫീസറാ. പുള്ളി എന്താന്ന് വെച്ചാലേ നമ്മുടെ ഈ ഉല്ലാസേട്ടൻ ചിലപ്പോ ഈ സ്റ്റേജിൽ വരുമ്പോ പോലീസുകാരെ കളിയാക്കിന്നോ ലാത്തി കടിച്ചെന്നോ അവരെ ഇൻസൾട്ട് ചെയ്ത് ശരിയാണല്ലോ. അല്ലല്ല അത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പുള്ളി അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരിക. ആണോ? ഓവറായിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നു? ആ ചെയ്തു, എപ്പോഴും ഓവറാണല്ലോ. ഇല്ലല്ല ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്തോ കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന അല്ലാതെ പോലീസുകാർക്ക് അവർക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അത് സംസാരിക്കാനാണ് പുള്ളി ഇങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാണ് ഇപ്പൊ വഴി പറഞ്ഞു. അയ്യോ എനിക്ക് കൈകാര്യം ചെയ്തു. നമ്മളിവിടെ ഉണ്ടല്ലോ. അല്ല കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിരിക്കും. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വിഷയമാവുമല്ലോ. ഞാനൊരു വക്കീലിനെ കണ്ടിട്ട് വരാം. ഇത് എന്തോ ഈ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും. എന്താ ഈ പേടിക്ക്? പ്രേമേട്ടൻ മിണ്ടരുത്. അല്ല ഇത് സിംഗം 1 ആണോ 2 ആണോ? സിംഹം 9 വരാൻ പോകുന്ന 3 ആണ്. സിംഹം 9 ആണ്. 9 ആണോ? അല്ല ഞാൻ പറയട്ടെ, ഈ സിംഹം വന്നു കഴിയുമ്പോ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ. പിന്നെ ആ ഡയലോഗ് ഒന്ന് പറയോ? തീർച്ചയായിട്ടും. സിംഗത്തിന് സിനിമയിൽ പാത്രക്കേ ഫോട്ടോയിൽ പാത്രക്കേ ഏ ഓങ്ങി അടിച്ചാ 1.5 കിലോ ഈ സൂര്യനൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇത്ര നീളമുള്ള ഡയലോഗ് പറയാൻ എനിക്ക് പറ്റില്ല. അല്ല അപ്പൊ സാറ് വന്നത് ഇവിടെ ഉല്ലാസ് എന്ന് പറയുന്ന ആ പയ്യനാരാ? പുള്ളി വന്നില്ല. പുള്ളി വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഇല്ല. പ്രേമേട്ട കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറയണം.
പ്രേമേട്ടൻ ഇച്ചിരി കൂടെ പൊക്കോണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലീസിൽ കൊണ്ടുപോയി. ആണോ? പറയട്ടെ, ഇനി നാളെ വല്ലാൻ ശ്രമിക്കാം. എവിടെ പ്രേമേട്ട ഈ പറഞ്ഞ പുള്ളിക്കാരൻ ഉല്ലാസ് ഇവിടെ ഇന്ന് ഞാൻ അങ്ങനെ കണ്ടില്ല. അല്ല ഈ ഉല്ലാസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? എന്ത് പുള്ളിക്കാരൻ ചെയ്ത് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, പുള്ളിക്കാരൻ നമ്മുടെ പോലീസുകാരെ അപമാനിച്ചു. എന്താ എങ്ങനെയാ അപമാനിച്ചേ? പുള്ളിക്കാരൻ ചെയ്തെന്ന് അറിയാമോ? കാക്കി, ഈ കാക്കി അപമാനിച്ച ഈ പുള്ളിക്കാരൻ. അതൊക്കെ ചിലപ്പോ ചെയ്യും പുള്ളി, പക്ഷെ എന്താ ചെയ്ത? ലാത്തി, നമ്മുടെ ലാത്തി ഇല്ലേ, ലാത്തി പുള്ളിക്കാരൻ കടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് പുള്ളിക്കാരന്റെ, ഇങ്ങനെ 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 ഒരു സാധനം, കരിമ്പ് പോലെ, കരിമ്പ് കടിക്കുന്ന പോലെ. അതെ അതെ, അപമാനിച്ചു. വളരെ വളരെയധികം മോശമായി പോയി പുള്ളിക്കാരൻ ചെയ്തത്. അതിനെതിരെ ഞാൻ ചോദിക്കാൻ വന്നതാ ഞാൻ. അല്ല ഞാൻ പറയട്ടെ, ഈ ഉല്ലാസേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മുഖത്ത് തന്നെ നോക്കി സംസാരിക്കായിരിക്കും നല്ലത്. എവിടെ പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ ഇവിടെ അല്ല നിക്കുന്നേ. ഞാൻ പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കില്ല, ഞാൻ നോക്കില്ല, പുള്ളിക്കാരന്റെ മുഖത്ത് ഞാൻ നോക്കില്ല. അല്ല സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി നമ്മളോട് പറയണ്ട. ഉല്ലാസം ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കും. പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ എന്റെ ഭാവം മാറും, ഞാൻ നോക്കുന്നില്ല. അതെന്ത് പറ്റി? വിഷയം മാറും. എന്താണെന്ന് പറയൂ. ഞാൻ നോക്കുന്നില്ല, ഞാൻ നോക്കുന്നില്ല. എന്ത് വിഷയമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന. കേരളയിലെ കുറ്റക്കാരനെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി സംസാരിക്കും. പുള്ളിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ചിരി വരും. ഇതായിരുന്നോ? കോമഡി അല്ലേ പുള്ളിക്കാരല്ലേ? പ്ലീസ്, ഒരു കോള് വരുന്നു. ഹലോ, ആര്? ഞാനോ? ഒറ്റയ്ക്കോ? അയ്യോ, കട്ട് ചെയ്തു. കള്ളൻ. ആരാ? DGP. അല്ല എന്താ പ്രശ്നം? എന്താ? സെക്രട്ടറിന്റെ മുമ്പ് ടിക്കറ്റിങ് അടക്കണം ചെല്ലാൻ. അതിന് പോയിക്കൂടെ? പെട്ടെന്ന് പോണ്ടേ? എനിക്ക് പറ്റില്ലടോ. എന്താ പറ്റാതെ? എനിക്ക് ജലപീരക്ക് കണ്ടു കഴിഞ്ഞാൽ മഴ നൃത്തം ചെയ്യാൻ തോന്നൂട്ടോ. അല്ല ഞാൻ ചോദിക്കട്ടെ, സാറിന് ഈ ജോലി എങ്ങനെയാ കിട്ടിയേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഒരു ദിവസം പെട്ടെന്ന് വിവിധയായിടോ. വിവിധയോ? മറ്റേ വെള്ള സാരി കൊടുത്ത ഒരു സംഭവം ഇല്ലേ, ആ, അതല്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, വെള്ള സാരി. പ്രേതം പ്രേതം. അയ്യോ, അതല്ല. പിന്നെന്താണ്? മരിച്ച് അങ്ങനെ ഒരു ജഡമായി. അതല്ലെന്ന് പുള്ളി അങ്ങനെ മരിച്ച സമയത്ത് പിന്നെ എന്റെ അമ്മയുടെ ഭർത്താവാണല്ലോ എന്റെ അച്ഛൻ. ആയിരിക്കും. ആണോ? സംഭവിച്ചോ? അങ്ങനെ പുള്ളിക്കാരൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാ എനിക്ക്. ഓ, വിധവയായപ്പോ. അങ്ങനെ കിട്ടിയ ജോലിയാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ജോലി. സാറിന് എന്താവാനായിരുന്നു ആഗ്രഹം? എനിക്ക് കലാകാരൻ, ഡാൻസ് വിത്ത് കുറെ സംഭവങ്ങളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല ഈ കലാകാരൻ എന്ന് പറയുമ്പോ ഡാൻസ് മാത്രമേ ഉള്ളോ? അല്ല, നന്നായിട്ട് പാട്ട് പാടുമല്ലോ ഞാൻ. ആണോ? പാടുവോ? പാടും. മോഹൻലാലിന്റെ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. മോഹൻലാൽ ഇഷ്ടമല്ലേ? പിന്നെ മോഹൻലാലിന്റെ നരൻ സിനിമയില്ലേ, ആ സിനിമയിലെ പാട്ടാണ് ഞാൻ പാടുന്നത്. ഓ, അടിപൊളി. അത് സംഗതി. സംഗതിയോ? പിടിച്ചു പറ്റിയതാ. ഇല്ലാതെ വന്നത് എടുക്കും ഞാൻ, കസ്റ്റഡിയിൽ എടുക്കും ഞാൻ കേട്ടോ. വേൽമുരുക ഹരോ ഹരാ വേദാലുയാ വേലായുധ ഹരോ ഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും മാളോരേ, വീരൻ പടയുടെ വൻമുടി കെട്ടി കോലം തുള്ളും മാളോരേ. മാളോരേ അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടാറുണ്ട്. മാളോരേ എന്റെ വായിൽ അങ്ങനെ വരും. നാടോടി നൃത്തം. ഇതാണ് മോഹൻലാലിന്റെ പാട്ട്. മനസ്സിലായി, എന്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഉല്ലാസേട്ടൻ ഒറ്റ കേസിനാണോ സാർ ഈ ഫ്ലോറിലേക്ക് വന്നത്? അല്ല, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ കാണാതെ പോയി, അതിനെ കൂടെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇറങ്ങി. ഈ ഭാഗത്തേക്കാണോ വന്നിട്ടുള്ളത്? ഈ ഭാഗത്ത് എവിടെ വന്നിട്ടുണ്ടെന്നാ എനിക്കൊരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയത് കേട്ടാ. പക്ഷെ എന്നാലും ഒരു കൂട്ടുകാരന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി SI തന്നെ നേരിട്ട് വരാന്ന് പറഞ്ഞാൽ അത്ര ആത്മാർത്ഥതയുള്ള സുഹൃത്തായിരുന്നു. അതുകൊണ്ടൊന്നും അല്ല, അവൻ അങ്ങനെ സൂചിക്കണ എനിക്ക് കാണണ്ട. എന്റെ പിള്ളേ എന്നെ കളഞ്ഞിട്ട് ഇങ്ങനെ സൂചിച്ച് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറെ ചേച്ചിമായിട്ട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, എനിക്ക് ചേച്ചി ഒന്ന് വരുവച്ചി എങ്ങനെയെങ്കിലും അവനൊന്ന് കാണിച്ചു കൊടുത്ത് സമാധാനം. അങ്ങനെ അവൻ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ട അവൻ. അപ്പൊ സംഭവമൊക്കെ കഴിഞ്ഞോ? ഇത് ഇത്രയുള്ളായിരുന്നു കാര്യം. എന്നാ പിന്നെ സാർ അങ്ങോട്ട്. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. അല്ല ഇനി എന്താ? 7 മണി കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വകാര്യതയിലേക്ക് കടക്കും. അശ്വതി എന്നും മാറിയെന്ന്
പറയുന്നത്. അശ്വതിയെ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ എന്താണ് എന്താ അന്ന് കാണിച്ചേ. ഈ പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും എപ്പിസോഡ് കാണുമ്പോൾ ഈ പൊട്ട് ഞാൻ അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. ഇത് ഞാൻ തരില്ല. പൊട്ടെ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡ്.